ഈ ഒരു കേസും ഇപ്പോഴത്തെ ഒരു ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അതാണോ? ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ ദേവസ്വം ബോർഡിൽ കയറിയ സമയത്ത് വീടിൻ്റെ അടുത്ത് തന്നെ ഞാൻ മുൻപ് പകരം ഈ ദേവസ്വത്തിൽ മെമ്മോയും ഈ ജോയിൻറ്റ് മെമ്മോ ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ ഞാൻ അവിടെ വീടിൻ്റെ അടുത്ത് ശാന്തിയിലാവണം ഒഴിവായതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ആലോചിച്ച് അവിടെ ശാന്തീകരിക്കാനായിട്ട് നിന്നിരുന്നു. ഒരു 1.5 വർഷം അവിടെ നിന്നിരുന്നു. നീർക്കോഴി ശിവക്ഷേത്രത്തിൽ. ആ ശിവക്ഷേത്രത്തിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കി യാതൊരുവിധ പരാതികളില്ലാതെ ഭംഗിയായിട്ട് തന്നെ നാട്ടുകാരുമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്തു. ദേവസ്വം ബോർഡിൻ്റെ രീതികൾ എന്താണോ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു പോയിരുന്നേ പറയാറുള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഭഗവാനോടും അത്രേ, നമ്മുടെ നാട്ടിലെ തേവരാണ്, ആ ഭഗവാനോടും അത്രേ ഒരുപാട് കടപ്പാടുകളുണ്ട്. എന്ന് വെച്ചാൽ ഒന്നും എനിക്ക് തോന്നുന്നു ആ ക്ഷേത്രത്തിലാണ് രാകേഷ് തന്ത്രികൾ ആദ്യമായിട്ട് പറവൂർ രാകേഷ് തന്ത്രികൾ ആദ്യമായിട്ട് ബ്രാഹ്മണ ശാന്തിക്കാരെ നിയമിച്ചത് ആ ക്ഷേത്രത്തിലാണ്. അതും ഇതേപോലെ തന്നെ നമുക്കും അവിടെ ആ ഭഗവാനെ പൂജിക്കാനായിട്ട് ഒരു ഭാഗ്യം കിട്ടുക, അത് ഭയങ്കര ഒരു പ്രചോദനമായിരുന്നു. പിന്നീട് അവിടെ നിന്നിട്ടാണ് നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചത്. അത്രയും അടുപ്പം മനസ്സുകൊണ്ടും, നമ്മൾ പറയില്ലേ ഒരു പൂവ് അറിഞ്ഞിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമുക്ക് അതിനുകൊണ്ട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. പലരും പറയും സാമ്പത്തികം പ്രതീക്ഷിച്ചിട്ടാണ്, പക്ഷേ സാമ്പത്തികം അല്ലായിരുന്നു, അത് ആ ദേവനോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ടാണ്. ഞാൻ ദേവസ്വത്തിൽ കയറുന്ന ജോയിൻറ്റ് ലെറ്റർ വന്നു, നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്യണതിൻ്റെ അന്ന് നവംബർ 11 അപ്പോയിൻമെൻറ്റ് ചെയ്യണതിൻ്റെ അന്ന് അവിടെ ചെന്ന് ഓഫീസിൽ ചെന്ന്, നമ്മൾ അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ് നമ്മളെ നിയമിക്കുന്നത്. അന്ന് അവിടെ ചെന്ന സമയത്ത് നമ്മൾ ഒരു അപേക്ഷ പ്രകാരം പറഞ്ഞു വീടിൻ്റെ അടുത്തുള്ള ആ ക്ഷേത്രം പാർട്ട് ടൈം ക്ഷേത്രമാണ്, പാർട്ട് ടൈം ശാന്തി പോസ്റ്റായിരുന്നു, അവിടെ ലാവണം ഒഴിവാണ്, ആരും നിലവിൽ അവിടെ ചോദിച്ചിട്ടുമില്ല, ഇപ്പോഴും ആ ലാവണം ഒഴിവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യ സമയത്ത് ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ദേവസ്വം ബോർഡിൻ്റെ വകയായിട്ടൊരു അരി കഴിക്കുന്നെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും ഒരു വിഹിതം പറ്റുന്നുണ്ടെങ്കിൽ അത് ആ ദേവനെ പൂജിച്ചിട്ട് വേണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു ആദ്യമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം അവിടെ ശാന്തി കഴിച്ചാൽ മതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാഫായിട്ട്. അപ്പോൾ ആ അഭ്യർത്ഥനയൊക്കെ അവർ ലംഘിച്ചിട്ടാണ് ഒരു പരാതികൾ എനിക്ക് നിലവിൽ 2 അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, നിലവിൽ 2 പരാതികൾ. അപ്പോഴും ഞാൻ കാല് പിടിച്ച് പറഞ്ഞു, കാരണം ആ പരാതികൾ സത്യമല്ല, വ്യാജമാണ്, കാരണം അതിനെ കുറിച്ച് അന്വേഷിക്കണം മാഡം, അല്ലാതെ അത് സ്വീകരിക്കരുതെന്നൊക്കെ പറഞ്ഞു. പിന്നീട് അവരെന്നോട് പറഞ്ഞു ഒരു അപേക്ഷ എഴുതി കൊടുത്തോളൂ, അവിടേക്ക് ഒരു അപേക്ഷ എഴുതി കൊടുത്തോളൂ, ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന അമ്പലത്തിൽ പോയി ചാർജ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിലവിൽ വേറെ 2 വേക്കൻസിയും കൂടി ഉണ്ടായിരുന്നു അവിടെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു അവിടെ രാവിലെ മാത്രമേ ഉള്ളൂ, വൈകുന്നേരം എനിക്ക് ഈ ഭഗവാന്റെ അടുത്ത് വന്ന് തൊഴാലോ, അതുദ്ദേശിച്ചാണ് നമ്മളത് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു അവിടെ തരാൻ പറ്റില്ല, ഇപ്പോൾ എഴുതിയിരിക്കുന്ന അമ്പലം ഏതാണോ അവിടെ പോകണം എന്ന് നിർബന്ധം കട്ടായം പോലെ നമ്മളോട് പറഞ്ഞു. അതിൻ്റെ പിന്നിലും യൂണിയൻ പ്രവർത്തകരാണ്, കാരണം അത്രയും ശാന്തിക്കാർ എൻ്റെ ഒപ്പം ജോലി അപേക്ഷിച്ച എല്ലാവർക്കും ഈ യൂണിയൻ മുഖാന്തരം അവരാവശ്യപ്പെട്ട സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം അവിടെ ഉണ്ടായാലും ഒരു ഭൂരിഭാഗം ആളുകൾക്ക് യൂണിയൻ മുഖാന്തരമാണ് അവർ ആവശ്യപ്പെട്ട സ്ഥലങ്ങളിൽ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. നമ്മളോട് മാത്രം ഇത്തരത്തിലൊരു പ്രവൃത്തി കാണിച്ചു. പിന്നെ ആ വാതുറക്കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ അന്ന് തന്നെ വൈകുന്നേരം തന്നെ പോയി ഞാൻ ജോയിൻ ചെയ്തു. അവിടെ ഒരു ശാന്തിക്കാരനായ അയാൾ ഇവരുടെ തന്നെ ഈ യൂണിയൻ്റെ തന്നെ ഒരു അനുഭാവിയായിരുന്നു, ഇടതുപക്ഷ യൂണിയൻ്റെ ഒരു അനുഭാവിയായിരുന്നു അദ്ദേഹം. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ നാട്ടുകാരൊക്കെ അദ്ദേഹത്തിനോട് വെറുപ്പായിരുന്നു, കാരണം അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, ഒരു വിശ്വാസമില്ലാത്ത രീതിയിലുള്ള പൂജാതി കാര്യങ്ങളും ആളുകളോടുള്ള ബിഹേവിങ് ഒക്കെ അതുപോലെ തന്നെ. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യണതിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ അവിടെയുള്ള കമ്മിറ്റിക്കാർ, ഉപദേശക സമിതി അംഗങ്ങൾ എന്നോട് വന്ന് പറഞ്ഞു അവിടെയുള്ള ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മാനേജറെ വിളിച്ചു പറഞ്ഞു, നമ്മളെ മുകളിൽ ചുമതലയുള്ള ആളെ വിളിച്ചു പറഞ്ഞു മാഡത്തിൻ്റെ സാന്നിധ്യത്തിൽ എനിക്ക് ഇതൊക്കെ പറ്റാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ഇതിൻ്റെ റൂളുകൾ അറിയില്ല, ദേവസ്വത്തിൻ്റെ രീതികൾ നമുക്കറിയില്ല. അപ്പോൾ ഈ മാഡം പറഞ്ഞ് ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് വേറെ ഒരാളെ പറഞ്ഞു വിട്ടു, അയാൾക്കും കൃത്യമായിട്ട് റൂളുകൾ അറിയില്ലായിരുന്നു. അങ്ങനെ ഇതൊരു കാണിച്ചു എന്നുള്ള രീതിയിൽ ഭഗവതിയുടെ ആഭരണങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് രാത്രി കിടക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നില്ല, കാരണം ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇങ്ങനെ ആഭരണങ്ങൾ കട്ടുകൊണ്ട് പോവുകയും അതൊക്കെ കേൾക്കുന്ന സമയം, ശബരിമലയിലെ വിഷയമൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ് ആ സമയത്ത്. പിന്നെ അടുത്ത ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു തട്ടാനെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ വന്ന് നോക്കിച്ചു കഴിഞ്ഞപ്പോൾ ആ മാലകളിൽ ആഭരണങ്ങളിൽ 2 മാല മുക്കുവണ്ടായിരുന്നു.
ഈ മുക്കുകൊണ്ടായ മാലകൾ എനിക്ക് തോന്നുന്നു നാട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിരുന്നു അതൊന്ന് നോക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ ഇവർക്ക് റിപ്പോർട്ട് ചെയ്തു, മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യുകയും മാനേജർ കളവ് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ മുക്കുകൊണ്ടമാണ് ഉള്ളത്. എനിക്ക് ഏൽപ്പിച്ച മാലകളിൽ 2 മുക്കുകൊണ്ടമാണ്. അത് വേണ്ട നടപടികൾ എടുക്കണം എന്ന് ഞാൻ മാനേജറെ വിളിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു 2 ദിവസത്തോളം വിളിച്ച് അതിൻ്റെ പുറകെ നടന്നു. അപ്പോൾ പിന്നീട് അവരൊരു കേസ് കൊടുക്കുകയും ആ കേസിനെ തുടർന്ന് അന്വേഷണം നടത്തുക എന്ന് വെച്ചാൽ ഇവർ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അന്വേഷണം ആ പഴയ ശാന്തിക്കാരനെ വിളിച്ചു വരുത്തുകയും അയാൾ 2 മാലകൾ മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അത് സ്റ്റേഷനിൽ വെച്ച് അപ്പോഴും CI ചോദിച്ചു കേസായിട്ട് മുന്നോട്ട് പോകണം, കാരണം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, നിയമപരമായിട്ടുള്ള എങ്ങനെയാണോ ആ രീതിക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരത് ഒതുക്കി തീർക്കുകയായിരുന്നു. എന്നിട്ട് ഈ മാല വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നു തിരിച്ച്. അയാൾ മേടിച്ചു കൊടുത്തു. അങ്ങനെ ഒരു നാടകീയ മുഹൂർത്തം ഉണ്ടാക്കി അവിടെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ യൂണിയൻ്റെ ഒരു ഉപദ്രവം ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമായിരുന്നു. നമുക്ക് നിർബന്ധപൂർവ്വം അവിടെ തരികയും ഇത്തരത്തിലുള്ള ഒരു കെണി വെച്ചിട്ടുണ്ടെന്നുള്ളത് ആ ഭഗവതി മുഖാന്തരം എനിക്ക് തോന്നുന്നു 1 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കത് മനസ്സിലായി. ഇല്ലെങ്കിൽ നാളെ ഒരിക്കലും ഇയാൾ അവിടെ പകരം വരും, ഞാനാണ് ആ മാല കട്ടുകൊണ്ട് പോയതെന്ന് ഒരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇയാൾക്ക് അത്രയും സംരക്ഷണം കൊടുത്ത ആ ഒരു, ഇല്ലെങ്കിൽ ആ കേസ് ഒത്തുതീർപ്പാക്കാൻ കാണിച്ച ആ ഒരു മനസ്ഥിതി നമ്മളോട് കാണിക്കില്ല. ചിലപ്പോൾ നമ്മളെ അറസ്റ്റ് ചെയ്യുകയും അതിന് ചിലപ്പോൾ യൂണിയൻ കൂടെ നിൽക്കുക, കാരണം അവരുടെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണല്ലോ നടന്നത്. എങ്ങനെയെങ്കിലും എന്നെ ഉപദ്രവിക്കുക എന്നുള്ളതായിരുന്നു.